ഹലോ എവ്രി വൺ, വെൽക്കം ടു സൈലം PSC. നിസാമാണ്. നമ്മളെല്ലാവരും കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ എത്രമാത്രം അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, അതിൽ എത്രമാത്രം PYQ ഉണ്ട്, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളും നമ്മുടെ റാങ്കും തമ്മിലുള്ള ഗ്യാപ്പ് നിർണ്ണയിക്കുന്നത്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ അടുത്ത് നടന്നിട്ടുള്ള ഒരു എക്സാമിൻ്റെ PYQ ഇംഗ്ലീഷ് PYQ അനാലിസിസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് സൈലം PSC 2 കിഡിലം ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. VLGSൻ്റെ ഒരു ക്രാഷ് കോഴ്സ് ഉണ്ട്, അതിൻ്റെ കൂടാതെ SIൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു ബാച്ചും ഉണ്ട്. അഫോർഡബിൾ പ്രൈസിലാണ്, നല്ല കിഡിലം ബാച്ചുകളാണ്. നിങ്ങൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഡു ജോയിൻ ദ ബാച്ചസ്. ഇനി നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, നെയ്തർ ഓഫ് ദം ഡാഷ് മീ ലവ് ഓർ ലവിങ് ഹാസ് ലവ് ലവ്സ്. ഇവിടെ നമ്മളോട് ചോദിച്ച ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റിന്റെ ഭാഗത്തു നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഏത് വേർബാണ് ഇവിടെ വരിക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം അറിയേണ്ടത്, ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ടത് എന്താണ് നെയ്തർ, എന്തിനാണ് നെയ്തർ യൂസ് ചെയ്യുന്നത്, ദെൻ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. നമുക്ക് നേരെ അതൊന്ന് നോക്കാം. നോക്കൂ നിങ്ങൾ, നെയ്തർ എന്ന് പറഞ്ഞിട്ടുള്ള പദം ഒരേ സമയം രണ്ട് കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ, രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെ കുറിച്ചിട്ട് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്തർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. ഇവിടെ നെയ്തർ ഓഫ് ദം ആണ് കൊടുത്തത് അല്ലേ. നെയ്തർ ഓഫ് ദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധന കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ വേർബായിട്ട് ലവിന്റെ കുറച്ച് ഫോമുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റിയതാ? നമുക്ക് രണ്ട് പേരുണ്ട് എന്ന് മനസ്സിലാവും അല്ലെ. ഇവിടെ ദം ഉള്ളത് നമുക്ക് ഗേൾ എയും ഗേൾ ബിയും കൊടുക്കാം. സ്വാഭാവികമായിട്ട് ലവ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഗേൾ എ ഗേൾ ബി കൊടുക്കാം. അപ്പൊ നോക്കൂ നിങ്ങൾ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഗേൾ എ ഡസൻറ്റ് ലവ് മീ, അതാണ് ആദ്യം വരുന്നത്. രണ്ടാമത്തെ ഗേൾ എന്തോക്കും നിങ്ങൾ, ഗേൾ ബി ഡസൻറ്റ് ലവ് മീ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ കണക്ട് ചെയ്യുകയാണ് നെയ്തർ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് രണ്ട് സാധനങ്ങളും നമ്മൾ ഒരേ സമയം സൈമൾട്ടേനിയസ്ലി രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ മേക്ക് ചെയ്യാണ്. അതിനു വേണ്ടിയിട്ടാണ് നെയ്തർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു, രണ്ട് നമ്പർ ആണെന്ന് ഞാൻ കാര്യം പറഞ്ഞു. രണ്ടിൽ കൂടുതലാണെങ്കിൽ, രണ്ടിൽ കൂടുതലുണ്ട് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് മേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നൺ ആണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇനി നോക്കൂ നിങ്ങൾ, നമ്പർ 2 എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എണ്ണാൻ പറ്റുന്നത് മാത്രമേ നമുക്ക് 1, 2 എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നെയ്തറിന്റെ ശേഷം നമ്മൾ അൺകൗണ്ട് നൗണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കൗണ്ട് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് 2 എണ്ണം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നെയ്തറിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ അൺകൗണ്ട് യൂസ് ചെയ്യില്ല. അതിന് വേറെ രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെയ്തറിന്റെ കൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ ദമ്മ് വന്നു അല്ലെ, നെയ്തർ ഓഫ് ദം എന്ന് വന്നു. നമുക്കിവിടെ 2 കുട്ടികളല്ല, 2 പെൺകുട്ടികളാണല്ലോ അതല്ലേ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? നെയ്തർ ഓഫ് ദ ഗേൾസ് എന്ന് കൊടുക്കാം. ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ അറിയേണ്ടത്, ഇവിടെ നൗണ് കൊടുത്തത് പ്ലൂരലാണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പ്ലൂരലാണ് വേണ്ടത്. അതിന്റെ മുന്നേ ആർട്ടിക്കിൾ ദാ കൊടുക്കണം എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നെയ്തർ ഓഫ് ഗേൾസ് എന്ന് കൊടുക്കാൻ പറ്റില്ല, നെയ്തർ ഓഫ് ദ ഗേൾസ് എന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നെയ്തർ ഓഫ് ദ ഗേൾ എന്ന് കൊടുക്കാൻ പറ്റില്ല, നെയ്തർ ഓഫ് ദ ഗേൾസ് എന്ന് മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഈ ഓഫ് എന്നുള്ള സാധനം ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് പറയാം? നെയ്തർ ഗേൾ, നെയ്തർ ഗേൾ. ഇവിടെ നമ്മൾ പ്ലൂരൽ ഉപയോഗിക്കാൻ പാടില്ല. അതും കൂടെയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നെയ്തർ ഓഫ് ദം എന്ന് പറയാം, നെയ്തർ ഓഫ് ദ ഗേൾസ് എന്ന് പറയാം, നെയ്തർ ഗേൾ എന്ന് പറയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വേർബ് വരുന്നത് സിംഗുലർ ആയിരിക്കും. നെയ്തർ ഓഫ് ദം എന്ന് പറഞ്ഞാലും, നെയ്തർ ഓഫ് ദ ഗേൾസ് എന്ന് പറഞ്ഞാലും, നെയ്തർ ഗേൾ എന്ന് പറഞ്ഞാലും അതിനുശേഷം വരുന്ന വേർബ് വരുന്നത് സിംഗുലർ ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കാം. നോക്കൂ നിങ്ങൾ, ക്വസ്റ്റ്യൻ നെയ്തർ ഓഫ് ദം, സിംഗുലർ വേർബ് വരണം. ലവ് സിംഗുലർ അല്ല, നമുക്ക് ഒഴിവാക്കാം. ആർ ലവിങ് സിംഗുലർ അല്ല, നമുക്ക് ഒഴിവാക്കാം. ഹാസ് സിംഗുലർ ആണ്, പക്ഷേ ഹാസ് ലവ് ആ കൊടുത്തത്. ഹാസ് ലവ്ഡ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ അതും ഇല്ല. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലവ്സ്.
കൃത്യമായിട്ട് ഓർത്തിക്കുക. നെയ്തറിൻ്റെ കൂടെ രണ്ട് വ്യക്തികളെ കുറിച്ചിട്ട് പറയാൻ, അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെ കുറിച്ചിട്ട് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഒരേ സമയം പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ വരുന്നത് ഒന്നെങ്കിൽ നെയ്തർ സിംഗുലർ കൗണ്ടബിൾ നൗൺ, അല്ലെങ്കിൽ നെയ്തർ ഓഫ് ആർട്ടിക്കിൾ ദ, അല്ലെങ്കിൽ നെയ്തർ ഓഫ് ദം എന്ന് പറയാം. അതിനുശേഷം നമ്മൾ എന്താണ്, നെയ്തർ ഓഫ് ദ പ്ലൂരൽ നൗൺ, നെയ്തർ ഓഫ് ദ ഗേൾസ്, അല്ലെങ്കിൽ നെയ്തർ ഗേൾ എന്നുകൂടെ നമുക്ക് പറയാം. കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. യെസ്. അതിനുശേഷം വരുന്ന വേർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കും എന്നുള്ള കാര്യം കൂടെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഒരു പ്രപ്പോസിഷൻ ചോദ്യമാണ്. ദ ബർഗ്ലർ ജംപ്ഡ് ഡാഷ് ദ കോമ്പൗണ്ട് വോൾ. അറ്റ് ഉണ്ട്, ഇൻ ഉണ്ട്, ബൈ ഉണ്ട്, ഓവർ ഉണ്ട്. ഏതായിരിക്കും വരുന്നത് എന്ന ചോദ്യം. നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു കോമ്പൗണ്ട് വോൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പുറത്ത് നമ്മുടെ കള്ളനും ഉണ്ട്. സ്വാഭാവികമായിട്ട് കള്ളനേക്കാൾ ഹൈറ്റിലാണ് കോമ്പൗണ്ട് വോൾ. അപ്പൊ സ്വാഭാവികമായിട്ട് അയാൾ എങ്ങനെയായിരിക്കും ചാടിയിട്ടുണ്ടാവുക? ഇതിന് മുകളിലൂടെ ആയിരിക്കും ചാടിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഓവർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രപ്പോസിഷനാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓവർ, ജംപ്ഡ് ഓവർ ദ കോമ്പൗണ്ട് വോൾ. അപ്പം കള്ളൻ ചാടിയപ്പോഴാണ് കള്ളന് മനസ്സിലാവുന്നത് ജാങ്കോ ഞാൻ പെട്ടു എന്ന് പറഞ്ഞ പോലെ കള്ളന്റെ മുന്നിൽ ഒരു പട്ടിയുള്ള കാര്യം, വീട്ടിന്റെ മുന്നിൽ ഒരു പട്ടിയുള്ള കാര്യം നമ്മുടെ കള്ളൻ പിന്നെയാണ് അറിയുന്നത്. ഇത് പട്ടിയാണ് കേട്ടോ. യെസ്. സ്വാഭാവികം പട്ടി എന്ത് ചെയ്യും? പട്ടി കള്ളന് നേരെ ചാടും. നേരെ ചാടുന്നതിന് നമ്മൾ ജംപ്ഡ് അറ്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അറ്റ് എന്ന് പറഞ്ഞുള്ള പ്രപ്പോസിഷനാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അറ്റ്. ഇനി അവിടുന്ന് കള്ളന്റെ മുകളിലോട്ട് ചാടുകയാണ്. മുകളിലോട്ട് ചാടുന്നതിന് നമ്മൾ ഓൺ ടു, ജംപ്ഡ് ഓൺ ടു ദ കള്ളൻ എന്ന് പറയാം കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ ഓൺ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രപ്പോസിഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് കള്ളൻ പേടിക്കുമല്ലോ. കള്ളൻ തിരിച്ചു ചാടുക മക്കളെ. തിരിച്ചു ചാടുന്നതിന് നമ്മൾ ബാക്ക്, ജംപ്ഡ് ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം യൂസ് ചെയ്യുക. ജംപ് ബാക്ക്. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ സലീം കുമാർ മൂവീസിലൊക്കെ കാണുന്ന പോലെ തിരിച്ചു ചാടുമ്പോൾ എന്താണ്, മുന്നിലൊരു ചാണക്കുഴി ഉണ്ട്, ഒരു ഡങ് പിറ്റ് ഉണ്ട്. അപ്പം ജാങ്കോ നീ അറിഞ്ഞോ ഞാൻ വീണ്ടും പെട്ടു. അപ്പം കള്ളൻ എന്താണ്, കള്ളൻ നമ്മുടെ തിരിച്ചു ചാടുമ്പോ ചാണക്കുഴിയിലേക്കാണ് ചാടുന്നത്. അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ജംപ്ഡ് ഇൻ ടു എന്ന് പറഞ്ഞിട്ടുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. അപ്പൊ പ്രപ്പോസിഷൻ സാധനങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ രസമാണ്. നോക്കൂ നിങ്ങൾ, ജംപ്ഡ് ഓവർ, ജംപ്ഡ് അറ്റ്, ജംപ്ഡ് ഓൺ ടു, ജംപ്ഡ് ബാക്ക് ആൻഡ് ജംപ്ഡ് ഇൻ ടു. വളരെ രസകരമായിട്ട് എന്താണ് നമുക്ക് പ്രപ്പോസിഷൻ പഠിക്കാനുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ അറിയേണ്ടത്, ജംപ് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രേസൽ വേർബ് ഉണ്ട്. ഞാനും നിങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാനാണ്, ഇത് നിങ്ങളാണെന്ന് വിചാരിക്കുക കേട്ടോ. സോ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ കാര്യങ്ങളെ കുറിച്ച്, ഫ്രേസൽ വേർബിനെ കുറിച്ചും പ്രപ്പോസിഷനെ കുറിച്ചും. അപ്പൊ മൂന്നാമതൊരാള് നേരെ നമ്മുടെ കോൺവെർസേഷനിലേക്കാണ് ചാടി വരികയാണ് അല്ലെ. മൂന്നാമതൊരാൾ എക്സ്ക്യൂസ് മീ എന്ന് ചോദിച്ചിട്ട് നേരെ ചാടുകയാണ്. ജംപ് ഇൻ. ഒരു കോൺവെർസേഷൻ, രണ്ട് കോൺവെർസേഷന്റെ ഇടയിൽ കൊണ്ടുപോയി ആൾ ചാടുകയാണ്. അയാളുടെ എക്സ്ക്യൂസ് മീ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ ഇന്ററപ്റ്റ് കോൺവെർസേഷൻ ആണ് നമ്മൾ ജംപ് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫ്രേസൽ വേർബ് യൂസ് ചെയ്യുന്നത്. ഇന്ററപ്റ്റ് കോൺവെർസേഷൻ. ഇതേ മീനിങ് വരുന്ന ഒരു ഫ്രേസൽ വേർബ് ഉണ്ട്, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള പുട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രേസൽ വേർബും എന്താണ്, ഇന്ററപ്റ്റ് കോൺവെർസേഷൻ. രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരത്തിന്റെ ഇടയിൽ കൊണ്ടുപോയി വന്നിട്ട് എന്താണ്, അയാൾ ചാടുകയാണ്, അയാൾ വെക്കുകയാണ് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ററപ്റ്റ് കോൺവെർസേഷൻ നമുക്ക് ജംപിനും കൊടുക്കാം, പുട്ടിനും കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ വരുന്നത് ജംപ്ഡ് ഓവർ ദ കോമ്പൗണ്ട് വോൾ, ദെൻ പട്ടി ജംപ്ഡ് അറ്റ്, ജംപ്ഡ് ഓൺ ടു, ജംപ്ഡ് ബാക്ക്, ജംപ്ഡ് ഇൻ ടു, ദെൻ നമ്മുടെ ജംപ് ഇൻ. ഇതും കൂടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. Alas, my uncle met with an accident, he said. ഇതൊരു റിപ്പോർട്ടഡ് സ്പീച്ച് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഈ സാധനം നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ആദ്യം അറിയേണ്ടത്. അലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർജെക്ഷൻ ആണ്. നമ്മുടെ എക്സ്പ്രഷൻ, നമ്മുടെ ഫീലിംഗ് കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാർട്ട് ഓഫ് സ്പീച്ചാണ് ഈ ഇന്റർജെക്ഷനുകൾ എന്ന് പറഞ്ഞാൽ. ഇന്റർജെക്ഷനുകൾ പല രീതിയിൽ നമ്മളോട് ചോദിക്കാം. നോക്കൂ നിങ്ങൾ, മൈ അങ്കിൾ മെറ്റ് വിത്ത് എൻ ആക്സിഡന്റ് എന്നുള്ള ഒരു സെന്റൻസ് തന്നിട്ട് നിങ്ങളോട് മുന്നിൽ ചോദിക്കും ഏതാണ് നിങ്ങൾ അവിടെ കൊടുക്കാൻ പോകുന്ന ഇന്റർജെക്ഷൻ എന്നുള്ളത് നിങ്ങളോട് ചോദിക്കാം. അവിടെ അലാസ് ഉണ്ടാവും, യാഹു ഉണ്ടാവും, വാവ് ഉണ്ടാവും. ഇതിലേതാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളാണ് ആക്സിഡന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, വാവ് എൻ്റെ അങ്കിളിന് ആക്സിഡന്റ് പറ്റിയെന്ന് പറയാം. പക്ഷെ നമ്മുടെ PSC ചോദിക്കുമ്പോൾ എന്താണ് അവിടെ വേണ്ടത്? അലാസ്, സങ്കടം പറയണം, അങ്കിളിന് ആക്സിഡന്റ് ഉണ്ടായി എന്ന് പറയണം. അപ്പം അലാസിന്റെ ചോദ്യം എന്താണ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്റർജെക്ഷൻ ചോദ്യങ്ങൾ അങ്ങനെയും വരാം. ഇവിടെ ഇന്റർജെക്ഷൻ കൊടുത്തത് കൊണ്ട്
നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു എക്സ്ക്ലാമറ്ററി സെന്റൻസ് ആണ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് കിട്ടും. എക്സ്ക്ലാമറ്ററി സെന്റൻസുകളെ റിപ്പോർട്ട് ചെയ്യാൻ വളരെ സുഖമാണ്. നമ്മൾ നോക്കേണ്ടത് എന്താണ്? നമ്മൾ 2 കാര്യം നോക്കിയാൽ മതി. ഒന്നാമത്തത് റിപ്പോർട്ടിംഗ് ക്ലോസ്, അതായത് റിപ്പോർട്ടിങ്ങിന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, ആസ്ക്ഡ്, ടോൾഡ്, സെഡ്, സാധനം ഉണ്ടാവില്ല, അതിനാണ് നമ്മൾ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് ആദ്യം നമ്മൾ നോക്കേണ്ടത്. നമ്മളൊരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യുന്ന സാധനമാണ് എക്സ്ക്ലാമറ്ററി സെന്റൻസ് എന്ന് നമുക്കറിയാം. അപ്പം റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ പറയുമ്പോഴും അവിടെ എന്തെങ്കിലും എന്താണ് നമ്മുടെ ഫീലിങ്ങിനെ കുറിച്ചിട്ട് പറയണം. സാധാരണ നമ്മൾ എക്സ്ക്ലൈംഡ് വിത്ത് സോറോ, എക്സ്ക്ലൈംഡ് വിത്ത് സോറോ, എക്സ്ക്ലൈംഡ് വിത്ത് ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ഈ റിപ്പോർട്ടിംഗ് ക്ലോസ് പറയാറ്. ഇനി ബാക്കിയുള്ള റിപ്പോർട്ടഡ് ക്ലോസ് ഉണ്ട്. അതായത് നമ്മുടെ എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ സാധാരണ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റി, ഒരു ഡെക്ലാറേറ്റീവ് സെന്റൻസ് ആക്കി മാറ്റിയിട്ട് അതിനെ നമ്മൾ അങ്ങ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താക്കാം, ഡയറക്റ്റ് ആയിട്ട് നമുക്കതിനെ റിപ്പോർട്ട് ചെയ്യാം. അതായത് ദാറ്റ് കൊടുത്തതിന് ശേഷം ടെൻസ് മാറ്റിയിട്ട് നമുക്ക് എന്താണ്, നമ്മുടെ ടെൻസ് മാറ്റിയിട്ട് നമുക്കതിനെ റിപ്പോർട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് റിപ്പോർട്ടിംഗ് ക്ലോസിൽ എന്താ വന്നിട്ടുള്ളത്. റിപ്പോർട്ടിംഗ് ക്ലോസിൽ നിങ്ങളുടെ ഇമോഷൻസ് കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്താണ്, അത് ഓപ്ഷൻ വെട്ടിക്കളയാം. ആസ്ക്ഡ്, ടോൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് വെട്ടിക്കളയാം. എക്സ്ക്ലൈംഡ് വിത്ത് സോറോ, എക്സ്ക്ലൈംഡ് വിത്ത് ഹാപ്പിനെസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണ്, ആ ഓപ്ഷൻസ് നിങ്ങൾ ചൂസ് ചെയ്യാം. ഇവിടെ നോക്കൂ നിങ്ങൾ, അലാസ് എന്ന് പറയുന്ന സങ്കടം പറയാനാണ്. അപ്പൊ ഇവിടെ ക്രൈഡ് ഔട്ട് ഉണ്ട്, ഇവിടെയുണ്ട് ക്രൈഡ് ഔട്ട്. അപ്പൊ അത് 2 മാത്രം എടുത്താൽ മതി, ബാക്കി 2 നമുക്ക് എന്താണ് ഒഴിവാക്കാം. റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും റിപ്പോർട്ടിംഗ് ക്ലോസിൽ എന്ത് വേണം, ആ എക്സ്പ്രഷൻ ആ ഫീലിംഗ് അവർ എക്സ്പ്രസ് ചെയ്യണം. ഇനി രണ്ടാമത്തത്, നമ്മുടെ ഈ കാര്യത്തിൽ ടെൻസ് കൃത്യമായിട്ട് മാറ്റിയിട്ട് സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് അതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ നോക്കാം. ഇവിടെ മെറ്റ് ആണ് അല്ലെ, സിമ്പിൾ പാസ്റ്റ് ആണ്, അത് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. നോക്കൂ നിങ്ങൾ, ക്രൈഡ് ദാറ്റ് ഈസ് അങ്കിൾ മെറ്റ്, അത് വരില്ല. ഇവിടെ അങ്കിൾ ഹാഡ് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് സ്വാഭാവികമായിട്ട് എന്താണ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് എന്താണ് ഇന്റർജെക്ഷൻ, ഇന്റർജെക്ഷനുകളുടെ ഫംഗ്ഷൻ. വാഹു, യാഹു, ഔച്ച്, വേദന വരുമ്പോൾ ഔച്ച് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ അലാസ്, നിങ്ങൾക്ക് സങ്കടം, സോറൊക്കെ വരുമ്പോൾ അലാസ് യൂസ് ചെയ്യാം. ദെൻ അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെയാണ് വരുന്നത്. റിപ്പോർട്ടിംഗ് ക്ലോസിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഫീലിംഗ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടോ നോക്കാം. എക്സ്പ്രസ് ചെയ്യാത്ത സാധനങ്ങൾ, ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്താണ് വെട്ടിക്കളയാം. ദെൻ രണ്ടാമത്തെ സെന്റൻസിന് നമ്മൾ വെറും സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റിയിട്ട് അതിനെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ ആൻസറിലോട്ട് എത്താം. ഇത് നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. നോക്കൂ നിങ്ങൾ, ലൈ ട്രാവൽ ഫാസ്റ്റർ ദാൻ എനിത്തിങ് എൽസ്. സിമ്പിൾ ചോദ്യമാണ്. ഇതിനെ സൂപ്പർലെറ്റീവ് ഡിഗ്രി ആക്കി മാറ്റാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഫാസ്റ്റർ എന്നുള്ളതിന്റെ സൂപ്പർലെറ്റീവ് വരുന്നത് ഫാസ്റ്റസ്റ്റ് ആണ് എന്നുള്ളത്. അപ്പൊ ഫാസ്റ്റസ്റ്റ് വരുന്ന ഓപ്ഷൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. നോക്കാം. എനിത്തിങ് എൽസ് ട്രാവൽ ഫാസ്റ്റർ ആണ്, നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. എനിത്തിങ് എൽസ് ട്രാവൽ ഫാസ്റ്റസ്റ്റ്, ഇത് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഓഫ് ഓൾ ദ തിങ്സ് ദ വേൾഡ് ലൈറ്റ് ട്രാവൽസ് ദ ഫാസ്റ്റസ്റ്റ്, അതും നമുക്ക് എടുക്കാം. നത്തിങ് ഈസ് ഫാസ്റ്റർ ദാൻ ലൈറ്റ്. അപ്പം എയും ഡിയും നമുക്ക് ഇപ്പോൾ ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണ്, സൂപ്പർലെറ്റീവിന്റെ മുന്നിൽ നമ്മൾ ആർട്ടിക്കിൾ ദ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യാറുണ്ട്. ദ ഫാസ്റ്റസ്റ്റ്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ദ സ്മാർട്ടസ്റ്റ് അല്ലേ, ദ ടഫസ്റ്റ്, ദ മോസ്റ്റ് ഡിഫിക്കൽട്ട്. ആർട്ടിക്കിൾ ദ വേണം. ഇനി ഇവിടെ ദ ഉപയോഗിച്ചിട്ടുണ്ടോ നോക്കാം. ആദ്യത്തിൽ റബീൽ എന്ന് നോക്കും നിങ്ങൾ, വെറും ഫാസ്റ്റസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് ഒഴിവാക്കാം. നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി ഓപ്ഷൻസ് ബി എന്നുള്ളത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം വരുന്നത് കേട്ടോ. സോറി, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഓഫ് ഓൾ തിങ്സ് ഇൻ ദ വേൾഡ് ലൈറ്റ് ട്രാവൽ ദ ഫാസ്റ്റ്. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്താണ് ഉത്തരം എഴുതാം. ഇനി അത് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുകയാണെങ്കിൽ നോക്കും നിങ്ങൾ, ദാൻ വേണം എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. അതുപോലെ ഇതിന്റെ കമ്പാരിറ്റീവ് വരുന്നത് ഫാസ്റ്റർ ആണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വളരെ രസകരമായിട്ട് ആൻസർ കണ്ടെത്താം, ചേഞ്ച് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്ന് പറഞ്ഞ ഇഡിയത്തിന്റെ മീനിങ്. നോക്കൂ നിങ്ങൾ, ഒരുപാട് കെട്ടുകളുണ്ട്. ആ കെട്ട് അയക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ഒഴിവാക്കണം. ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരുപാട് കെട്ടുകളുണ്ട്, ഒരു നോട്ടുകളുണ്ട്, അതിങ്ങനെ നമ്മളിങ്ങനെ കെട്ട് അയക്കുകയാണ്. അപ്പൊ നമ്മുടെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കെട്ടുകൾ ഇങ്ങനെ കഴിക്കുന്നത്. ഇമാജിൻ, നിങ്ങൾ ആ കെട്ട് കഴിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ ആ കെട്ടിൽ അങ്ങ് കൂട്ടിക്കെട്ടി, നിങ്ങൾ ആ കെട്ട് കഴിക്കുക, ഒരു കൺഫ്യൂഷൻ നിങ്ങൾ തീർക്കുകയാണ്, അതിങ്ങനെ ഓരോന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ എന്താണ് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾ അതിൽ തന്നെ എന്താണ് കെട്ടിയിട്ട്
അപ്പോൾ ഒരു പ്രോബ്ലം നിങ്ങൾ തീർക്കാൻ നോക്കുമ്പോൾ എന്താണ്, ചില ആളുകൾ നിങ്ങളോട് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആക്കി. നിങ്ങൾ ആ കെട്ടിൻ്റെ ഇടയിൽ നിങ്ങളെ തന്നെ ടൈ ചെയ്ത് വെച്ചു. അതിനാണ് നമ്മൾ ടൈ വൺ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്ന് പറഞ്ഞ ഇഡിയം യൂസ് ചെയ്യുന്നത്. ബിക്കം വെരി കൺഫ്യൂസ്ഡ് വൈൽ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ്. അപ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ നോട്ടും ഇങ്ങനെ എന്താണ് കഴിച്ചെടുക്കുകയാണ്, അൺടൈ ചെയ്യാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ചില ആളുകൾ അത് അങ്ങനെയല്ലേ ഇത് ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആകെ കൺഫ്യൂഷൻ ആകും. അപ്പം നിങ്ങളെന്താണ്, നിങ്ങളെ തന്നെ ആ കെട്ടുകൾക്കിടയിൽ നിങ്ങളെ കെട്ടിയിടുകയാണ്. നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നതിനെയാണ് നമ്മൾ ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്ന് പറഞ്ഞ ഇഡിയം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. ഓൺ ഡാഷ് വേ വി സോ ഡാഷ് വൺ ഐഡ് ബെഗ് എ ആൻ ദ ആൻ എ. സിമ്പിൾ ചോദ്യമാണ്. നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ആർട്ടിക്കിൾ എയും ആനും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ലെറ്റർ നോക്കിയിട്ടല്ല, നമ്മൾ പകരം ഏത് സൗണ്ടിലാണ് ആ വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയിട്ടാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, വൺ ഐഡ് ഓ എന്നുള്ളത് നമുക്കറിയാം വൊവൽ ലെറ്റർ ആണ് എന്നുള്ളത്. എന്നാൽ വൺ എന്ന ഇതിലെങ്ങനെയാണ് നമ്മൾ വൺ എന്നെങ്ങനെ വായിക്കല്, വൺ എന്ന് വായിക്കല് നമ്മൾ ഇങ്ങനെയാണല്ലേ വൺ, അല്ലെങ്കിൽ നമുക്ക് വൺ എന്ന് എഴുതാം. എങ്ങനെയാണത് വായിക്കുക? അപ്പോൾ വ് സൗണ്ട് ആണ് വരുന്നത്. വ് സൗണ്ട് എന്ന് പറഞ്ഞത് ഒരു കോൺസണന്റ് സൗണ്ട് ആണ്. കോൺസണന്റ് സൗണ്ടിന്റെ മുന്നിൽ നമ്മൾ ആർട്ടിക്കിൾ എ ആണ് കൊടുക്കേണ്ടത്. വവൽ ലെറ്റർ ആണ്, പക്ഷെ അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് വവൽ സൗണ്ട് കോൺസണന്റ് സൗണ്ടിലാണ് അത് ബിഗിൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എ ആണ് കൊടുക്കുന്നത് കേട്ടോ. എ വൺ ഐഡ് ബെഗർ. ദെൻ ഓൺ വേ എന്നുണ്ട്. സാധാരണ നമ്മളൊരു സെറ്റ് ഫ്രേസ് ആണ് ഓൺ ദ വേ. വൈയിൽ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഓൺ ദ വേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് ആയിട്ടുള്ള ഫ്രേസ് ഉണ്ട്. അതിന്റെ മുന്നിൽ ദാ വേണം, വേയുടെ മുന്നിൽ ദാ വേണം കേട്ടോ. യെസ്, ഓൺ അവർ വേ കൊടുക്കാം, ഓൺ ദ വേ കൊടുക്കാം. ഇതൊക്കെ ഒരു സെറ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിലെ ഫ്രേസസ് ആണ്. അപ്പം ഓൺ ദ വേ വി സോ എ വൺ ഐഡ് ബെഗർ. ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ല നിങ്ങൾ? അതായത് പ്രൊനൗൺസിയേഷൻ നോക്കിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഏതാണ് ആർട്ടിക്കിൾ എ ആണോ ആൻ ആണോ എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഏതൊക്കെ ആർട്ടിക്കിൾ ആണ് ഇവിടെ വരിക എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നോക്കി 4 ചോദ്യമുണ്ട്, 4 വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളുണ്ട്. അവിടെ ആർട്ടിക്കിൾ എ ആണോ ആൻ ആണോ വരുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് എന്താണ് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഒന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണേ. യെസ്, അടുത്ത ചോദ്യം എക്സ്പാൻഷൻ ഓഫ് എ എം എന്നുള്ളതിൻ്റെ ആണ്. എന്താണ് വരുന്നത്? എ എം എന്ന് നമുക്കറിയാലേ, നമ്മൾ രാവിലെ 9 AM 10 AM ഞാൻ 6 മണിക്ക് എണീറ്റു, 6 AM ഞാൻ എണീറ്റു എന്ന് പറയാം. ഈ എ എം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാ ചോദ്യം. നോക്കൂ നിങ്ങൾ, ആൻറ്റി മെറീഡിയം ആണ് എ എം എന്ന് പറഞ്ഞാൽ. ആൻറ്റി മെറീഡിയം 2 ഉണ്ട്. എന്നാൽ ആൻറ്റി മെറീഡിയം നമുക്കറിയാം എ എം നമ്മൾ ഉച്ചക്ക് മുന്നേ ഉള്ള സമയമാണ്. അപ്പോൾ നമുക്കറിയാം ആൻറ്റി മെറീഡിയം എന്ന് പറയുന്നത് ബിഫോർ മിഡ് ഡേ ആണ്. ഈ മെറീഡിയം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? മിഡ് ഡേ ആണ്. ആൻറ്റി എന്ന് പറഞ്ഞാൽ ബിഫോർ ആണ്. ഇനി നമുക്ക് പി എം പറയണമെങ്കിൽ നമുക്ക് പോസ്റ്റ് മെറീഡിയം എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യാം. പി എം, പോസ്റ്റ് മെറീഡിയം എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് നമുക്ക് യൂസ് ചെയ്യാം. പി എം ആണ് കേട്ടോ. ആഫ്റ്റർ നൂൺ ആണ്, അല്ലെങ്കിൽ ആഫ്റ്റർ മിഡ് ഡേ എന്ന് നമുക്ക് പറയാം. ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ ഇ ടി സി എന്ന് എഴുതാറില്ലേ? ഇ ടി സി അല്ലെങ്കിൽ ഇ ടി സി എന്ന് എഴുതാറില്ലേ? ഇതിന്റെ ഫുൾ ഫോം ഒന്ന് നിങ്ങളൊന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇ ടി സി എന്താണ്, അതിന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഇത് ആന്റി മെറീഡിയം ആയാലും ഇ ടി സി ആയാലും നമുക്കറിയാം ഫോറിൻ ഫ്രേസസ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് ഇ ടി സിയുടെ ഫുൾ ഫോം എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കണേ. അടുത്ത ചോദ്യം നോക്കാം. നമ്മൾ ഫ്യൂഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ സിനണിമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഫോദർ ഇൻ ലോ ഉണ്ട്, കോറൽ ഉണ്ട്, ഇഗ്നോറന്റ് ഉണ്ട്. ഫ്യൂഡ് എന്ന് പറഞ്ഞാൽ 2 പേരുള്ള കോറലിനെയാണ് നമ്മൾ ഫ്യൂഡ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ഫ്യൂഡ് എന്ന് പറഞ്ഞാൽ കോറലാണ്. ഫാദർ ഇൻ ലോയോ ആണോ, ഫ്രണ്ട്ഷിപ്പോ അല്ല, ഇഗ്നറന്റും അല്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. ദ ജേം ഈസ് ടു സ്മോൾ ടു ബി സീൻ വിത്ത് നേക്കിഡ് ഐ. അതിന് സോ ദാറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ റീറൈറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, നമുക്കറിയാം ടു എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള അറിയാം. അതുപോലെ സോ ദാറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ടു എന്ന് പറഞ്ഞാൽ മോർ ദാൻ നെസസറി എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഇതിനൊരു നെഗറ്റീവ് മീനിങ് ആണെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നെഗറ്റീവ് മീനിങ്, ഇതിൽ നെഗറ്റീവ് വേർഡ് ഉണ്ടാവില്ല, നെഗറ്റീവ് ഓക്സിലറി ഉണ്ടാവില്ല, ബട്ട് എന്താണ് ഇതിന് നെഗറ്റീവ് മീനിങ് ആണ്. നോക്കൂ നിങ്ങൾ, ഞാനൊരു സെന്റൻസ് പറയാണ്, ഈസ് ടു ഓൾഡ് ടു വോക്ക്. നോക്കൂ നിങ്ങൾ, ഈ ഒരു ഏജിന്റെ ഒരു
ഒരു ഗ്രാഫാണ്, ഒരു സ്കെയിലാണെന്ന് വിചാരിക്കുക. ഇതുവരെ ഒരാൾക്ക്, ഇത്രയും ഏജ് വരെ ഒരാൾക്ക് നടക്കാൻ പറ്റും, വോക്ക് അല്ലേ, ഏബിൾ ടു വോക്ക് ആണ് കേട്ടോ, ഏബിൾ ടു വോക്ക്, ഇത്രയും ഏജ് വരെ. എന്നാൽ നമ്മുടെ പുള്ളിക്കാരൻ എന്താണ്, ഈസ് ടു ഓൾഡ്, ഈ ഒരു നെസസറി ആയിട്ടുള്ള ലെവലിനേക്കാൾ കൂടുതലാണ് അദ്ദേഹത്തിന്റെ ലെവൽ എന്ന് പറയുന്നത് ഇവിടെ ആവാം. അപ്പൊ അദ്ദേഹം ടു ഓൾഡ് ആണ്, അദ്ദേഹത്തിന്റെ ഏജ് എന്ന് പറയുന്നത് ഈ നെസസറി ആയ ഏജ്, വോക്ക് ചെയ്യാൻ അതുവരെ നടക്കാൻ പറ്റും, അതിനേക്കാൾ കൂടുതലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഈ പെയർ കൺജങ്ഷൻ യൂസ് ചെയ്യാം. ഇനി നമ്മൾ അതിനെ സോ ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പെയർ കൺജങ്ഷനിലോട്ട് മാറ്റണം. സോ ദാറ്റിന്റെ മീനിങ് വരുന്നത് നമ്മളൊരു കാരണവും അതിന്റെ റിസൾട്ടും ഒരൊറ്റ സെന്റൻസിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പെയർ കൺജങ്ഷൻ ആണ് ഈ സോ ദാറ്റ് എന്നുള്ളത്. ഷീ സോ ബ്യൂട്ടിഫുൾ ദാറ്റ് ഐ കനോട്ട് സ്റ്റോപ്പ് ലുക്കിംഗ് അറ്റ് ഹർ. അത്രയും ഭംഗിയുള്ള കുട്ടിയായതുകൊണ്ട്, പെൺകുട്ടി ആയതുകൊണ്ട്, അല്ലെങ്കിൽ അവൾ അത്രയും ഭംഗിയുള്ള ആളായതുകൊണ്ട് എനിക്ക് അവളെ നോക്കാതിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആ നോട്ടം നിർത്താൻ പറ്റുന്നില്ല എന്നാണ്. ഷീ സോ ബ്യൂട്ടിഫുൾ ദാറ്റ് ഐ കനോട്ട് സ്റ്റോപ്പ് ലുക്കിംഗ്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിക്കുക, കാരണവും റിസൾട്ടും ഒരൊറ്റ സെന്റൻസിൽ പറയാം, കാരണം അതിന്റെ റിസൾട്ട്. അപ്പോൾ ഇനി നമ്മൾ സോ ദാറ്റ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ടൂല് നെഗറ്റീവ് ആയിട്ടുള്ളൊരു സാധനമില്ല, പക്ഷെ അതിന് നെഗറ്റീവ് മീനിങ് ആണ്. അപ്പോൾ സോ ദാറ്റിൽ പക്ഷെ അങ്ങനെയല്ല, അതിന് നെഗറ്റീവ് സാധനങ്ങൾ നമ്മൾ സെപ്പറേറ്റ് കണ്ടടിക്കണം. അപ്പം ഇവിടെ നമുക്ക് ജം ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ, ജെമ്മിന് നമ്മൾ ഏത് പ്രോനൗൺ കൊടുക്കും. ജെമ്മിന് നമ്മൾ കൊടുക്കുക ഇറ്റാണ് കൊടുക്കുക അല്ലേ, അതിനെ കാണാൻ പറ്റും. ടു സ്മോൾ ടു ബി സീൻ വിത്ത് എ നേക്കഡ് ഐ എന്നുള്ള സെന്റൻസ് ആണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താണ്, അതിനൊരു ഓക്സിലറി, നെഗറ്റീവ് ഓക്സിലറി നമ്മളിവിടെ കണ്ടെത്തണം. ടൂവിന് നെഗറ്റീവ് മീനിങ് ആണ്, പക്ഷെ നെഗറ്റീവ് ഓക്സിലറി ഇല്ല. പക്ഷെ സോ ദാറ്റിൽ ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താക്കണം, അതിന് നെഗറ്റീവ് ഓക്സിലറി കണ്ടെത്തണം. ക്യാൻ, നോട്ട് എന്ന് പറഞ്ഞ സാധനം നമ്മൾ യൂസ് ചെയ്യണം. ഇത്ര സാധനം യൂസ് ചെയ്യുന്ന ഒരു പ്രോണോൺ കണ്ടെത്തുക, ഒരു നെഗറ്റീവ് ഓക്സിലറി കണ്ടെത്തി കഴിഞ്ഞാൽ, നെഗറ്റീവ് ഓക്സിലറി കണ്ടെത്തുക, നമ്മൾ കൊടുത്തിട്ടുള്ള സാധനത്തിന് എന്താണോ പ്രോനോണ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലോട്ട് എത്താം. നോക്കാം ഇവിടെ ജേമന് ഇറ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കാം. ടൂവിനെ സോ ആക്കി മാറ്റിയിട്ടുണ്ട്, ഈ ടൂവിനെ ദാറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. കൃത്യമായിട്ട് അറിഞ്ഞാൽ മതി. ഇനി നമ്മൾ എന്താ അറിയണം, നെഗറ്റീവ് ഓക്സിലറി യൂസ് ചെയ്തിട്ടുണ്ടോ. ക്യാൻ ബി നെഗറ്റീവ് അല്ല, കനോട്ട് നെഗറ്റീവ് ആണ്, കുഡ് നോട്ട് നെഗറ്റീവ് ആണ്, അത് കൊടുക്കുക, ഇത് കൊടുക്കുക. ടു ബി സീൻ അല്ലേ, സോ ടു ആണ് കൊടുത്തത്, അത് തെറ്റാണ്, സോ ദാറ്റ് തന്നെ കൊടുക്കണം. ഇനി നോക്കൂ നിങ്ങളാ, ജേബ് ഈസ് ആണ് അല്ലേ, പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ കുഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാസ്റ്റിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ആൻസർ വരിക സ്വാഭാവികമായിട്ടും ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സിമ്പിളായിട്ട് നമുക്ക് മാറ്റാം. ഏതാണ് സാധനം, അതിൽ സബ്ജക്റ്റ് ഏതാണ്, അതിന് കൃത്യമായിട്ടൊരു പ്രോണോണ്, ഒരു നെഗറ്റീവ് ഓക്സിലറി കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോ ദാറ്റിലോട്ട് മാറ്റാം. ഇനി സോ ദാറ്റിൽ ഒരു സെന്റൻസിനെ ടൂലേക്ക് മാറ്റണമെങ്കിൽ ഈ പ്രോനൗണും ഈ എന്താണ് ഈ നെഗറ്റീവ് ഓക്സിലറിയും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ടൂലേക്ക് തിരിച്ചും കൺവേർട്ട് ചെയ്യാം. സിമ്പിളാണ് കാര്യങ്ങൾ. യെസ്, നമ്മളെന്താണ് അടുത്ത ചോദ്യത്തിലോട്ട് നോക്കുകയാണ്. അടുത്ത ചോദ്യം അവസാനത്തെ ചോദ്യമാണ്. എ ഫീലിംഗ് ഓഫ് ഷൈനസ് ഓർ എംബാരസ്മെന്റ് ദാറ്റ് സ്റ്റോപ്സ് യു ഫ്രം ഡൂയിങ് ഓർ സേയിങ് വാട്ട് യു റിയലി വോണ്ട്. നമുക്ക് ചില സമയത്ത് എന്താണ് പറയാൻ ഭയങ്കര മടി, ചടപ്പ് ഒക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരാളോട് ഇഷ്ടമൊക്കെ പറയാൻ ഭയങ്കര പേടി, അല്ലെങ്കിൽ ഒരു ചടപ്പ്, എന്താ അവർ വിചാരിക്കുക എന്നുള്ള ഒരു എംബാരസ്മെന്റ് ഉണ്ടാവില്ലേ. അതിനെ നമ്മൾ എന്ത് വിളിക്കും എന്നൊരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചാൽ അതിനെ നമ്മൾ ഇൻഹിബിഷൻ എന്നാ പറയുന്നത്. നമ്മളെ തടയുന്ന ഒരു സാധനമാണ് ഇൻഹിബിഷൻ. ഇൻഹിബിറ്റ് എന്ന് പറഞ്ഞാൽ തടയുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്ത ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ഒന്നാമത്തേത് പെസിമിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോപ്പ്ലെസ് ആണ് അല്ലേ. അതിന്റെ ഓപ്പോസിറ്റും കൂടെ നമ്മൾ പഠിക്കണം. ഒപ്റ്റിമിസം എന്ന് പറഞ്ഞുള്ള ഓപ്പോസിറ്റും കൂടെ നമ്മൾ പഠിക്കണം. യെസ്, ദെൻ ഇംബാരസ്മെന്റിന്റെ സ്പെല്ലിംഗ് കൂടെ നമ്മളൊന്ന് നോക്കി പോവാം. സാധാരണ ചോദിക്കാറുണ്ട് എത്ര ആർ ഉണ്ട്, എത്ര എസ് ഉണ്ട് എന്നുള്ളതാണ് ഇംബാരസ്മെന്റ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഹാരസ്മെന്റ് എന്ന് പറഞ്ഞ വാക്കിന് എംബാരസ്മെന്റ് നോക്കൂ നിങ്ങൾ, 2 ആറും 2 എസ്സും ഉണ്ടെങ്കിൽ ഹാരസ്മെന്റ് എന്ന് പറഞ്ഞ പദത്തിന് എത്ര ആറും എത്ര എസ് ഉണ്ട്? നിങ്ങൾ അതിന്റെ ഒരു വേർഡ് നമ്മുടെ വീഡിയോയുടെ താഴെ ഹാരസ്മെന്റിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് നിങ്ങൾക്ക് ഏതാണ് അതിന്റെ സ്പെല്ലിംഗ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത്രയും വീഡിയോ എന്താണ് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ട നിങ്ങളോട് ഞാൻ താങ്ക് യു പറയുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് വീണ്ടും അടുത്ത ഇതുപോലെയുള്ള വീഡിയോകളിൽ നമുക്ക് കാണാം. താങ്ക് യു.